നമസ്കാരം. കശ്മീർ വിഷയത്തിൽ ഗൾഫ് രാജ്യങ്ങളെ ഒപ്പം നിർത്താനുള്ള പാകിസ്ഥാന്റെ തന്ത്രം ഇത്തവണയും ഫലിച്ചില്ല. നേരത്തെ UAE സ്വീകരിച്ചതിന് സമാനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സൗദി അറേബ്യയാണ്. OICയിൽ പലപ്പോഴും ഇന്ത്യക്കെതിരായ നിലപാടുകൾ വരുന്നതിന് പാകിസ്ഥാൻ ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ഇന്ത്യയുമായി ഉടക്കാൻ ഒരു GCC രാജ്യങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. വീണ്ടും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഷഹബാസ് ഷെരീഫ് തന്റെ ആദ്യ വിദേശ സന്ദർശനത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത രാജ്യം അത് സൗദി അറേബ്യ ആയിരുന്നു. ഉംറ കർമ്മം നിർവഹിച്ച ശേഷം അദ്ദേഹം സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനുമായി ഒരു ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനെ ഒറ്റയടിക്ക് തള്ളാൻ സൗദി അറേബ്യയ്ക്കും സാധിക്കില്ല. കാരണം മുസ്ലിം രാജ്യങ്ങളിലെ ഏക ആണവ ശക്തി എന്ന് പറയുന്നത് പാകിസ്ഥാൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ സൈനിക സഹകരണം ഈ രാജ്യങ്ങൾക്കൊക്കെയും ആവശ്യമാണ്. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ ഉൾപ്പെട്ട കശ്മീർ വിഷയം വരുമ്പോൾ ഇന്ത്യയുടെ പക്ഷം തന്നെയാണ് സൗദി അറേബ്യയും പിടിക്കുന്നത്. കശ്മീർ വിഷയത്തിൽ പുറത്തു നിന്നുള്ള മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല എന്ന നയമാണ് ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും ചർച്ച ചെയ്ത് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തും എന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട്. ഇതേ നിലപാടിനെ തന്നെ തങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നാണ് സൗദി അറേബ്യ അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനോട് എന്ന പോലെ തന്നെ ഇന്ത്യയുമായും സൗഹൃദം പുലർത്തുന്നതിനാലാണ് GCC രാജ്യങ്ങളൊന്നും തന്നെ ഈ കശ്മീർ വിഷയത്തിൽ ഒരു പക്ഷം പിടിക്കാതെ മുന്നോട്ട് പോകുന്നത്. കശ്മീരിന്റെ പ്രത്യേക പദവി 2019 എടുത്തു കളഞ്ഞപ്പോൾ സൗദി അറേബ്യ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് എന്ന പ്രതികരണവും അവർ പിന്നാലെ നടത്തി. മാത്രമല്ല ഇതിനെ അപലപിക്കാനും സൗദി അറേബ്യ മുന്നോട്ട് വന്നിരുന്നില്ല. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് കശ്മീർ വിഷയത്തിൽ ഒരു മധ്യസ്ഥത വഹിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ പോലും മൂന്നാമതൊരു കക്ഷിയുടെ ആവശ്യം തങ്ങൾക്കില്ല എന്നുള്ള ശക്തമായ നിലപാടായിരുന്നു ഇന്ത്യ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ഇന്ത്യയുടെ ഈ നിലപാടിനെ തന്നെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സൗദി അറേബ്യയും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.